ഇതിപ്പോ എന്താ സംഭവം എന്ന് അറിയാത്തവർക്ക്, അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിന്റെ വിവാഹം നടന്നു. അപ്പോൾ വിവാഹം നടന്നപ്പോൾ അത് ചില ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരുടെ പെണ്ണിന്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പെൺകുട്ടി ഒന്ന് ഒളിച്ചോടിയിട്ടാണ് വിവാഹം ചെയ്തത്. പിന്നെ ഓൺലൈൻ ആങ്ങളമാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം പെൺകുട്ടിക്ക് 19 വയസ്സാണ്, കല്യാണം കഴിച്ച ആൾക്ക് 31 വയസ്സും. അപ്പോൾ ഇതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കാരണം നമ്മൾ ഫഹദിന്റെയും നസ്രയുടെയും ഒക്കെ വിവാഹ സമയത്ത് ഒരുപാട് ഇതുപോലുള്ള ആംഗളമാർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ പെൺകുട്ടി ആരാണെന്ന് അറിയാത്തവർക്ക്, അതായത് ഒരു ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം പ്രായമുള്ളവരെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നതാണ്. അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ ജീവിത രീതി, വാട്സപ്പ് അമ്മാവൻ, ഫേസ്ബുക്ക് അമ്മാവൻ, ഇത്തരം രീതിയിലുള്ള വീഡിയോസ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ കണ്ടന്റ് വെച്ച് ആളെ അളക്കരുത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പലരും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടന്റുകളിൽ പ്രായമുള്ളവർക്കെതിരെയും ജീവിതത്തിലേക്ക് വന്നപ്പോൾ പ്രായമുള്ളവർ തന്നെ കൂടെ കൂട്ടിയെന്നും പറഞ്ഞ് കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ യൂട്യൂബിലെല്ലാം അല്ലെങ്കിൽ ഇതിനെതിരെ ഒരുപാട് പേര് പ്രതികരിക്കുകയാണ് ഭയങ്കര മോശമായിട്ട്. ഒന്ന് കണ്ടു നോക്ക്. മുമ്പ് പ്രായ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസുകളെ കുറിച്ച് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിരുന്നു. ശരി, അപ്പൊ ഒക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഈ ഇറങ്ങി പോക്ക് അല്ലേ? പിന്നെ ഇവിടെ ദേവപ്രിയ പറഞ്ഞ പോലെ എന്ത് ചർച്ച ചെയ്തെന്നായി പറയുന്നത്? ഒരു 19 വയസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വരുന്നതല്ല, ഈ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 19, ആൾ കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രായം എന്ന് പറയുന്നത് 30. ഉന്നതമായ വിദ്യാഭ്യാസം നേടുക. രണ്ടാമത്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക. മറ്റൊരാളെ ആശ്രയിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരു പരിധിയിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് അവസ്ഥ. ചുമ്മാ ദേവപ്രിയ ഇഷ്യൂ എന്ന് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് അതിന്റെ തമ്പനയിൽ വരെ കണ്ടാൽ ചിരി വരും. അതായത് അത്രയ്ക്കും സ്നേഹമാണ് ഈ പറഞ്ഞ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഈ പെൺകുട്ടിയോട്. ഭയങ്കര രോഷം, ഭയങ്കര പുള്ളിക്കാരുടെ ആങ്ങള ഒരു പോസ്റ്റ് ഇട്ടു വിഷമത്തോടെയൊക്കെ. അതിലും വിഷമത്തോടു കൂടിയാണ് ഇവരൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. 19 വയസ്സാണ്, ശരിയാണ്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള പ്രായം 18 ആക്കിയത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ 19 വയസ്സെന്നുള്ളത് ഒരു തെറ്റായ പ്രായമൊന്നും അല്ലല്ലോ അല്ലേ? അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാമല്ലോ. പിന്നെ പണ്ടത്തെ കാലം പോലെയല്ല. ഇന്നൊരു 10 വയസ്സുള്ള കുട്ടിക്ക് വരെയും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് അറിയാം. കാരണം അവരുടെ എക്സ്പോഷർ ടു എല്ലാ മീഡിയാസ് അല്ലെങ്കിൽ എക്സ്പോഷർ ടു ഇന്റർനെറ്റ് എല്ലാം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളുള്ള അറിവ് ഇപ്പോൾ ഇന്നുള്ള കുട്ടികൾക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ 19 വയസ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നല്ല കഴിവുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഒരു അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ആയത്. അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ഒരു ഇൻഫ്ലുവൻസർ ഒന്നും ആവാൻ പറ്റില്ല. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കുട്ടി പോലും അല്ല. പക്ഷേ ഓൺലൈൻ ആങ്ങളവർക്ക് ഭയങ്കരമായ വിഷമമാണ്. വിഷമിക്കുന്നവർ വിഷമിക്കട്ടെ, അവർ നന്നായിട്ട് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ അല്ലേ?